തസ്ലിമ സുൽത്താന ആലപ്പുഴയിൽ പിടിയിലാകുന്ന സമയത്ത് ഹൈബ്രിഡ് കഞ്ചാവ് താൻ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന 2 സിനിമാ മേഖലയിലെ പ്രമുഖരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊരാളുടെ പേര് ഈ പറയുന്ന ശ്രീനാഥ് ഭാസി എന്നാണല്ലോ, മറ്റൊരാളുടെ പേര് ഷൈൻ ടോം ചാക്കോയല്ലേ. ഒരു പ്രതി താൻ കൊണ്ടുവരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊടുത്തിരുന്നത് മറ്റൊരാൾക്കാണ് എന്ന് പറയുമ്പോൾ NDPS ആക്ട് പ്രകാരം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ പോലീസിന് എന്താ തടസ്സം? കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തൂടെ? നിങ്ങളൊരു പ്രതിയിൽ നിന്ന് നിർണായകമായൊരു മൊഴി നിങ്ങൾക്ക് കിട്ടുന്നു. ആ മൊഴി പ്രകാരം NDPS ആക്ടിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വ്യാപാരത്തിൽ ഇയാൾക്ക് എന്താണ് പങ്കെന്ന് അറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും കോടതിയെ സമീപിച്ചിട്ടില്ല. പകരം നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോകുക. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ ഇത് കല്യാണോ ഈ പറയുന്ന ഗൃഹപ്രവേശമൊന്നുമല്ല. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതിയെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോവുകയാണ്. അപ്പോൾ സുൽത്താന കേസിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ് ഈ ഷൈൻ ടോം ചാക്കോനെ, പക്ഷേ എടുത്തില്ല. ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിൻസി അലൂഷ്യസിൻ്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ, ആ വെളിപ്പെടുത്തലും ഈ സുൽത്താനയുടെ വെളിപ്പെടുത്തലും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് 2 മൊഴികളും കൊറാബറേറ്റ് ചെയ്യുന്നത് ഒരാളിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ കൊണ്ട് ഈ നിമിഷം വരെയും അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അനുമതി തേടുന്നില്ല. കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം? മൊഴി എടുക്കാൻ വേണ്ടി വിളിപ്പിക്കുമ്പോൾ അയാൾക്ക് സമയം നീട്ടി നൽകാം, അയാൾക്ക് സമയം ആവശ്യപ്പെടാം.